പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയും മനസ്സിൽ വിചാരിച്ച കാര്യം അങ്ങനെ ഏകദേശം നടത്തിയെടുത്തു എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് ബി.ജെ.പിക്കെതിരെ, ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യം ഒന്നിച്ച് പ്രവർത്തിക്കും എന്ന ചില ധാരണകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുമോ എന്ന ചോദ്യം ചോദിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത തന്ത്രം രൂപീകരിക്കാൻ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ കടുത്ത അനിശ്ചിതത്വം എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ പാർട്ടികളെ നേരിട്ട് വിളിച്ചിട്ടും ആരും ഇതുവരെ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല എന്ന റിപ്പോർട്ടാണ് വരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് ക്ഷണിച്ചിട്ടും യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം ഭൂരിഭാഗം സഖ്യകക്ഷികളും കോൺഗ്രസിനെ ഇതുവരെയും അറിയിച്ചിട്ടില്ല. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇത്തവണ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേപോലെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത തന്ത്രം രൂപീകരിക്കാൻ തിങ്കളാഴ്ച ഒരു യോഗം ചേരാൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇതിന് യാതൊരുവിധ പ്രതികരണവും കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന്, ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം DMK മുന്നണി വിട്ട് മറുകണ്ഠം ചാടിയ കോൺഗ്രസിനോട് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ വലിയ അകൽച്ചയിലാണ്. ഈ സാഹചര്യത്തിൽ സ്റ്റാലിൻ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയോട് സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇതിനൊപ്പം തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ വലിയ കനത്ത തിരിച്ചടി നേരിട്ടിട്ട് ഇരിക്കുകയാണ്. MLA-മാരും MP-മാരും ഒക്കെ തൃണമൂൽ വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാകും മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുക എന്ന കാര്യത്തിലും ഇതുവരെയും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു അനിശ്ചിതത്വം നിൽക്കുന്ന ഒരു സാഹചര്യം മൊത്തത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ പിളർത്താൻ മോദിക്ക് കഴിഞ്ഞോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നു. NCPയെ ലയിപ്പിക്കാൻ, BJPയിലേക്ക് ലയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്ന വിവരം പുറത്തു വരികയാണ്. അങ്ങനെ ആണെങ്കിൽ ശരത് പവാറിൻ്റെ പാർട്ടി കൂടി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് പിടിച്ചു നിൽക്കുക സാധ്യമല്ല. കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമാകും. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്.